മമ്മൂക്കയും ലാലേട്ടനും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരങ്ങളാണ്. ഇവർ ഒരുമിച്ച് ഒരു സിനിമ വരിക എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് വലിയ ആഘോഷവുമാണ്. മലയാളി സിനിമാ പ്രേക്ഷകർക്ക് വല്ലപ്പോഴുമാണ് ഇവരെ ഒന്നിച്ച് സ്ക്രീനിൽ കാണാനുള്ള ഭാഗ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി ലഭിക്കാറുള്ളത്. ഈ നൂറ്റാണ്ട് എടുത്താൽ തന്നെ നരസിംഹം, 2020, അതുപോലെ കടൽ കടന്നൊരു മാത്തുക്കുട്ടിൽ ചെറിയൊരു സീൻ, ഇങ്ങനെ 3 സിനിമകളിൽ മാത്രമാണ് ഇവരെ ഒന്നിച്ച് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോഴിതാ മഹേഷ് നാരായൺ പ്രോജക്റ്റിൽ ഇവർ ഒന്നിക്കുകയാണ്. മമ്മൂക്കയും ലാലേട്ടനും നായകന്മാരായി എത്തുന്ന ഈ സിനിമ മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലയാള സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയ ആഘോഷമാണ്. ഇന്നലെ ഈ സിനിമയുടെ ടീസർ റിലീസായി. ടീസറിന് സമ്മിശ്ര പ്രതികരണമാണ്. ഒരുപക്ഷെ വലിയ പ്രതീക്ഷ ഉള്ളതുകൊണ്ടാവാം പല ആളുകൾക്കും ഈ ടീസർ അത്ര പോരാ എന്നുള്ളൊരു അഭിപ്രായമാണുള്ളത്. ഈ ടീസറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ കാസ്റ്റിംഗിൽ എത്തുന്ന ഒരു സിനിമയുടെ ടീസറാണ്. കാരണം മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് മമ്മൂക്കയെ ലാലേട്ടനും ഒന്നിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും നയൻതാരയും എല്ലാം ഒന്നിക്കുന്ന സിനിമയാണ്. സ്വാഭാവികമായും പ്രതീക്ഷ വളരെ കൂടുതലായിരിക്കും. എന്നാൽ ആ പ്രതീക്ഷ നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തിപരമായി എനിക്കും തോന്നിയത്. കാരണം ടീസറിലെ പല പോർഷൻസും ഒട്ടും തൃപ്തികരമായിരുന്നില്ല. അതിൽ ബാക്ക്ഡ്രോപ്പിൽ സംഭാഷണങ്ങൾ കൊടുക്കുന്നത് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിൽ എന്തോ വളരെ വ്യക്തത കുറഞ്ഞ രീതിയിലാണ് സംഭാഷണങ്ങൾ ഡെലിവറി ചെയ്തിരിക്കുന്നത്. ഡയലോഗെല്ലാം കൊള്ളാവുന്ന ഡയലോഗാണ്, പക്ഷെ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. അതുപോലെ ലാലേട്ടന്റെ കോസ്റ്റ്യൂം വളരെ ദയനീയമായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ ഇങ്ങനെ കുറെ പോരായ്മകൾ ടീസറിലുണ്ട്. പക്ഷേ മഹേഷ് നാരായണനുള്ള പ്രതീക്ഷ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല. കാരണം വളരെ കണ്ടന്റ് ഉള്ള സിനിമകൾ നൽകുന്ന സംവിധായകനാണ്. ഇതിന്റെ തീമൊന്നും അത്ര പ്രതീക്ഷ ഉള്ളതല്ല. കാരണം ഹിന്ദിയിലൊക്കെ അധികവും പഴകി പറഞ്ഞിട്ടുള്ള ഒരു തീം പോലെയാണ് ടീസർ കണ്ടിട്ട് തോന്നിയത്. അപ്പോൾ സിനിമ എന്തായാലും നന്നാവട്ടെ. 2026 സിനിമ തിയേറ്ററിൽ എത്തുമെന്ന് കരുതുന്നുണ്ട്. ഇനിയും ഒരുപാട് ഷൂട്ടിംഗ് പൂർത്തിയാക്കാനുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ മൊത്തം വർക്കുകളും ഒരുപാട് പെൻഡിങ് ഉണ്ട്. 2026 സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ എല്ലാവിധ പോരായ്മകളും ഈ ടീസറിന് വന്ന പോലെയുള്ള സമ്മിശ്ര പ്രതികരണം എല്ലാം മാറി വലിയ രീതിയിലുള്ള റിപ്പോർട്ട് തന്നെ സിനിമയ്ക്ക് വരട്ടെ.